ഹലോ ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഇന്നലെ പെരിയ പഴയ അമ്പലത്തിലൊന്ന് പോയിരുന്നേ. അപ്പോൾ അവിടെ പോകുമ്പോൾ വഴിയരികിൽ ഈ നെല്ലിപ്പുളി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നെല്ലിപ്പുളി വാങ്ങിച്ച് അത് വെച്ചിട്ട് നമുക്കൊരു അച്ചാറിടുന്ന ഒരു വീഡിയോ ഒന്ന് നോക്കാം. അത് ആദ്യം ഉണ്ടാക്കാം, നെല്ലിപ്പുളി അച്ചാർ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് എന്തെല്ലാമാണെന്നുള്ളത് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കഷ്ണം ശർക്കര, പിന്നെ കായപ്പൊടി, പിന്നെ ഈ നെല്ലിപ്പുളി വന്നിട്ട് നമ്മളിങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഉപ്പ് പുരട്ടി കഴുകി ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് പുറകെ നമ്മൾ കടുക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടു. അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്, 3-4 ചെണ്ട് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് തന്നെ നമ്മളൊരു 10-12 ഉണക്കമുളക് കൂടെ ഇടുന്നുണ്ട്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന പുറകെ നമ്മളതിൽ മുന്നേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൽ കുറച്ചൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ സമയം നമ്മൾ വഴറ്റിയിട്ടിരുന്നാൽ അത് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഇട്ട ഉടനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരിനെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിപ്പുളിയുടെ ന്യൂട്രീഷണൽ വാല്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്, റിബോഫ്ലാവിൻ ഉണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഫോസ്ഫേറ്റ്സ് ഉണ്ട് ഇതിൽ. പിന്നെ നിറയെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ് ഇത്. നമുക്കിത് ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ്. എന്നാലും കുറച്ച് അളവിൽ എടുക്കാൻ പാടില്ല, നിറയെ ആയിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. ഇതിപ്പോൾ ഞാനതിൽ കുറച്ചൊരു കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ ഇത് നമ്മൾക്ക് ശരിക്കും മുടിക്ക് വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് സ്കിന്നിനും വളരെ നല്ലതാണ് ഇത്. ഇതിങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തണുത്ത് ഒന്ന് ആറിയതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൽ ഒഴിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ചൂടുവെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം നമ്മൾ ഈ അരപ്പ് അങ്ങനെ വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ ഇത് അതേ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതേ പാനിൽ തന്നെ നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അതിൽ ഇതാക്കി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഉപ്പുപൊടി ആവശ്യത്തിനുള്ളതിട്ട്, പിന്നെ വിനെഗർ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2-3 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ചുകൂടെ ഒരു കായപ്പൊടിയും കൂടെ ഇട്ടിട്ട്, പിന്നെ ഈ അരിനെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിപ്പുളി അതുകൂടെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് കേടാവാതെ ഒരുപാട് കാലം ഇരിക്കും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നുള്ളത് അങ്ങനെ കലക്കി അതിലൊഴിച്ചിട്ട് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, വിനെഗർ ഒഴിക്കുക, പിന്നെ നെല്ലിപ്പുളി ഇടുക, അത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉപ്പും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അച്ചാറിന് വളരെ നല്ല ടേസ്റ്റാണ്. ഒരുപാടായിട്ട് നമുക്കങ്ങനെ പുളിയുള്ളതായിട്ട് തോന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ കുട്ടിയായിരുന്ന കാലങ്ങളിൽ അമ്മ ഈ അച്ചാർ ഉണ്ടാക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു അയൽ വീട്ടിൽ, അടുത്തുള്ള ഒരു വീട്ടിൽ ഈ അരിനെല്ലിക്ക ഉണ്ടായിരുന്നു. ഈ നെല്ലിക്ക വെച്ചിട്ട് അച്ചാറും അതുപോലെ ചമ്മന്തിയും അരച്ച് തരുമായിരുന്നു.
അതുകൊണ്ട് എനിക്ക് ഈ നെല്ലിപ്പുളി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പെരിയപാളയത്ത് പോയപ്പോൾ അവിടെ വഴിയരിയിൽ കണ്ട ഉടനെ ഞാൻ വണ്ടി നിർത്തി ഞങ്ങളത് വാങ്ങിച്ചു. അങ്ങനെ ഇതിന് മുന്നേ ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ, ഇവിടെ ചെന്നൈയിൽ ഇത് കാണാറില്ല സാധാരണ. പക്ഷേ പെരിയപാളയം അത് വില്ലേജ് സൈഡായതുകൊണ്ട് നമുക്കവിടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഇതുപോലുള്ള സാധനങ്ങൾ എല്ലാം കിട്ടും. ഇതിപ്പോൾ നമ്മൾ ആ ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് പിന്നീട് നമ്മൾ ഈ അരിനെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ചൊരു കായപ്പൊടി കൂടി ഇട്ടിട്ട് ഒരു 2-3 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ അച്ചാറാണ്. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് നമുക്ക് ഹെൽത്ത് വൈസും വളരെ നല്ലതാണ് ഈ നെല്ലിപ്പുളി വന്നിട്ട്. എന്നാൽ ഒരുപാടധികം കഴിക്കരുത്, കുറച്ച് ഡെയിലി ഒരു 2-3 അങ്ങനെയുള്ള ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഓക്കേ. പിന്നീട് ഈ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനതൊരു നല്ല ഗ്ലാസ് ബോട്ടിലായിട്ട് ടൈറ്റായിട്ട് മൂടി വെച്ചു. എപ്പോഴും നമ്മൾ പിക്കിൾസ് എല്ലാം വന്ന് ഗ്ലാസ് ബോട്ടിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽ അതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ നെല്ലിപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല കായത്തിൻ്റെ എല്ലാം മണമുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ നാളെ മുതൽ ഉപയോഗിച്ച് തുടങ്ങാവേ.